എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. 1952 നവംബർ 18 ചങ്ങനാശ്ശേരി നമ്പിമഠം കുടുംബത്തിലാണ് ജനിച്ചത്. അവിടെ പ്രൈമറി സ്കൂളിൽ എൻ്റെ പിതാവ് അധ്യാപകനായിരുന്നു. പ്രൈമറി സ്കൂൾ വടക്കക്കര പ്രൈമറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആദ്യത്തെ 4 ക്ലാസ് വരെ. അതിനുശേഷം SB ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ചു. 10ാം ക്ലാസ്സിൽ 68 പാസ്സായി. അതിനുശേഷം SB കോളേജിൽ 68 മുതൽ 73 വരെ പഠിച്ചു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. സാഹിത്യത്തിൽ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഏണ്ടൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ കവിതകൾ ശകലങ്ങളൊക്കെ ആയിരുന്നു കുറിക്കുന്നത്. പിന്നെ കഥ എഴുതാനും നോവൽ എഴുതാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. അതിന് ശേഷം അവിടെ തന്നെ ജോലി, ഞാൻ SB കോളേജിലെ പഠനം കഴിഞ്ഞ ശേഷം കുറേ വർഷം പാരലൽ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഇംഗ്ലീഷായിരുന്നു പഠിപ്പിക്കുന്നത്. അങ്ങനെ 5 സ്ഥലത്ത് ഒരേ സമയം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം KSRTCയിൽ 7 വർഷം ജോലി ചെയ്തു. ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ചങ്ങനാശ്ശേരി വന്നു. ചങ്ങനാശ്ശേരിയിൽ 85 വരെ ജോലി ചെയ്തതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് വന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് ദേവസ്യ നമ്പിമഠത്തിൽ, ദേവസ്യ സാർ എന്ന് പറയും. അമ്മയുടെ പേര് അന്നമ്മ ദേവസ്യ. 8 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ഒരാൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരാൾ അമേരിക്കയിലേക്ക് വരാനായിട്ട് ഞാൻ വീസ എല്ലാം റെഡിയാക്കിയിരുന്നപ്പോഴത്തേക്ക്, പിന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരാൾ അവിടെ വെച്ച് മരിച്ചു. അതിനുശേഷം ഞാൻ 85 അമേരിക്കയിൽ വന്നതിന് ശേഷം നാട്ടിൽ വെച്ച് എഴുതാൻ തുടങ്ങിയതാണ്. കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലെയൊക്കെ എഴുതിയ കഥകൾ ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട്. ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന് ശേഷം 1975 അടിയന്തരാവസ്ഥ കാലത്ത്, അന്നത്തെ നല്ല കാലാവസ്ഥ, അതായത് എല്ലായിടത്തും അച്ചടക്കവും ഓഫീസുകളെല്ലാം നല്ല പ്രവർത്തനമൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ട് ഒരു കവിത എഴുതി. പക്ഷേ രാഷ്ട്രീയമായ യാതൊരു ചിന്താഗതിയും അതിനകത്തില്ല. നല്ല ഒരു സമയം, നല്ല അന്തരീക്ഷം, നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല. എങ്കിലും അടിയന്തരാവസ്ഥ കാലത്താണ് അത് എഴുതിയത്. അത് പിന്നീടാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യമൊന്നും പ്രസിദ്ധീകരിച്ചില്ല. പിന്നീട് പിന്നെ ദീപികയിലും കേരളഭൂഷണത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ. ദീപികയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് ഒരു